ശ്ലോകം 4. ഭക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ഒരൊറ്റ മാർഗം. അത് സത്സംഗങ്ങളിലൂടെ എളുപ്പത്തിൽ സാധ്യമാവും. അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്തേരുൽപ്പത്തി വൃദ്ധി. ഭക്തി ഉണ്ടാവണം, ഉൽപ്പത്തി. വൃദ്ധി, ഭക്തി വളരണം. അത് നമ്മൾ ഒറ്റയ്ക്കിരുന്നാൽ ചിലപ്പോൾ സാധിക്കില്ല. തവ ചരണജുഷാം സംഗമേന ഏവ. ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുന്ന ആ ഋഷീശ്വരന്മാർ, ആ മുനികൾ, ആ ഭക്തന്മാർ, അവരുടെ സംഗമം വേണം. കഴിയുന്നത്ര അവരുമായിട്ട് ബന്ധപ്പെടണം. അവരുടെ വാക്കുകൾ എത്രത്തോളം ശ്രവിക്കാമോ അത് ശ്രവിക്കണം. ഭക്തേരുൽപ്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ. അവർ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംഗമം കൊണ്ട് പുംസാം ആസാദ്യേ പുണ്യഭാജാം. അങ്ങനെയുള്ള പുരുഷന്മാർ പുണ്യം ചെയ്തവരാണ്, അവർക്കത് സാധിക്കും. മറ്റുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ തോന്നില്ല. അവർ ഈ പരമമായ തത്വത്തിനെ പ്രാപിക്കുന്നു. സത്സംഗം ഒന്നുകൊണ്ട് മാത്രമേ ഈ ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കൂ. അത് ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെ, അവരുമായിട്ടുള്ളതായ ആ ബന്ധം കൊണ്ടേ അത് സാധ്യമാകൂ എന്ന ലൗകികമായിട്ടുള്ള ഒരു ഉദാഹരണം കാണിച്ചിട്ടാണ്. എന്താ ലൗകിക ഉദാഹരണം? ശ്രീവ ജഗതി ശ്രീമതാം സംഗമേന. ശ്രീയ ഐശ്വര്യം. ഈ ജഗത്തിൽ ഐശ്വര്യം വേണമെങ്കിൽ, ധനമാണെങ്കിൽ ഇത് വേണം. ശ്രീമതാം സംഗമേന. പണമുള്ളവരെ അടുത്ത് പോകണം. പെട്ടെന്ന് ഒരു ഓപ്പറേഷനോ വല്ലോ വെച്ചിരിക്കണു, പണമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ പണമുള്ളവരെ അടുത്ത് പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അതാണ് ശ്രീമതാം സംഗമേന. ശ്രീയൈവ ജഗതി ശ്രീമതാം സംഗമേന. എപ്രകാരം പണം വേണ്ടവർക്ക് പണമുള്ളവരുടെ അടുത്ത് നിന്ന് ആ പണം നേടാൻ സാധിക്കുന്നുവോ, അതുപോലെ ഭക്തി വേണ്ടവർക്ക് ഭക്തിയുള്ളവരുടെ അടുത്ത് പോകണം. തവ ചരണജുഷാം സംഗമേന. ആര് ഭഗവാനെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നുവോ, ചരണജുഷാം സംഗമേന, ആ പാദങ്ങളെ തന്നെ മുറുകെ പിടിക്കുന്നു. പാദങ്ങളെ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണ്? ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അതായത് ധർമ്മത്തിനെയും സത്യത്തിനെയും ഒരിക്കലും വിടാൻ പാടില്ല. ഭഗവാനെ തൽസംഗോ ദേവഭൂയാൻ മമ. എനിക്ക് അവരുമായിട്ടുള്ള സത്സംഗം ഉണ്ടാവണേ, അനുഗ്രഹിക്കണേ. എപ്പോൾ വേണം? സതതം, എല്ലായ്പ്പോഴും. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഭഗവാൻ ഇടയ്ക്ക് ചോദിക്കും. അതാണ് തൽസംഗോ ദേവഭൂയാൻ മമ ഖലു സതതം എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കും, എന്തിനാ പട്ടേരി, എന്തിനാണ്? തന്മുഖാദുന്മിഷദ്ഭി, അവരുടെ മുഖത്തു നിന്ന് അങ്ങനെ വിടർന്നു വരുന്നതായ ത്വന്മാഹാത്മ്യപ്രകാരേഹി, അങ്ങയുടെ മാഹാത്മ്യം, അങ്ങയുടെ ലീലകളുടെ ആ മാഹാത്മ്യം, ആ വൈഭവം, ആ വൈഭവത്തെക്കുറിച്ച് എനിക്ക് കേൾക്കണം. കേട്ട് സുദൃഢഭക്തി, ഉറച്ച ഭക്തി എനിക്കും ഉണ്ടാവും. ആ ഉറച്ച ഭക്തി വരുമ്പോഴോ ഉദ്ധൂതപാപ,
എന്തൊക്കെ പാപം ഞാൻ ചെയ്തുവോ അതെല്ലാം കാറ്റത്ത് വെച്ച പഞ്ഞി പോലെ പറന്നു പോകും. ഹേ ഭഗവൻ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ടുള്ളതായ സംഗമം ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേ. സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. രാമായണത്തിൽ പല സ്ഥലത്താണിത് പറഞ്ഞിരിക്കുന്നത്. സദ്യഫലം വരും സജ്ജന സംഗമാ വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. അയോധ്യാകാന്ഡത്തിൽ ആചാര്യൻ തന്നെ പറയുന്നതാണ്. സദ്യഫലം വരും, ഉടനെ ഫലം കിട്ടുന്നതാണ് പറയുന്നത്. സജ്ജനങ്ങളുടെ അടുത്ത് പോയിട്ട് എന്താ കാരണം? വിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം. വിദ്യ നേടിയവരെ, ഏത് വിദ്യ? ആത്മവിദ്യ. അത് ഓർമ്മ വേണം. ഭഗവാൻ പറയുന്നത് ആത്മവിദ്യയെക്കുറിച്ചാണ്. എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠം ആത്മവിദ്യ. അധ്യാത്മവിദ്യ വിദ്യാനാം. എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠം അധ്യാത്മവിദ്യയാണ്. ആ വിദ്യ നേടിയവരാണ് ഈ മുനിമാരെ, ഋഷീശ്വരന്മാർ. അവരുടെ സംഗമം കൊണ്ട് ആ ഭക്തി കുറച്ചൊക്കെ നമുക്കും കിട്ടും. ഇതാണ് വാൽമീകി പറയുന്നതാണ് ആ വരികൾ. സദ്യഫലം വരും, രാമനോട് പറയുന്നതാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം കൊണ്ട് ഉണ്ടാവും. എനിക്കങ്ങനെയാണ് ഉണ്ടായത്. ആ സജ്ജനങ്ങളുമായി ഞാൻ കണ്ടു. അവരിൽ നിന്ന് തട്ടിപ്പറിക്കാനാണ് ഞാൻ പോയത്. നിൽക്ക്, ഈ തട്ടിപ്പറിച്ചതിൻ്റെ പാപം നിനക്ക് വരും. ഈ പാപം ഇതാർക്ക് വേണ്ടിയാണ്? ഭാര്യയും മക്കളും. അപ്പം ഇതിൻ്റെ പാപം അവരും എടുക്കുമെന്ന് ഒന്ന് ചോദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ നിൽക്കാം, ഞങ്ങൾ പോവില്ല. പോയി ചോദിച്ചപ്പോഴോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അവർക്ക് എവിടുന്ന് കിട്ടിയതറിയില്ല എന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടത്തോടെ തിരിച്ചു വന്ന് ഇവരെ നമസ്കരിച്ച് അവരെ രാമശബ്ദം മരാന്ന് ആണ് ഉപദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇരുന്ന് രാമനെ പ്രാപിച്ചു. അതാണ് സദ്യഫലം വരും സജ്ജന സംഗമാ. ആ സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം. സപ്തർഷികളാണ് വന്നതെന്നാണ് പറയുന്നത്. ആ സപ്തർഷികളുമായിട്ടുള്ള സംഗമം കൊണ്ട് ഞാനിതാ ഈ വിധത്തിലായി. വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഈ അധ്യാത്മവിദ്യ, ആത്മവിദ്യ നേടിയവരുടെ മഹത്വം ഇതാണ്.